നമസ്കാരം. ഇന്നൊരു വീഡിയോ ചെയ്യണത് വളരെ അധികം ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പലർക്കും കൃത്യമായിട്ട് KYC ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ക്യാമറ ഓണായി വരില്ല ഇത് ചെയ്യണ സമയത്ത്. അപ്പം അങ്ങനത്തെ ആളുകൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ക്രോമില അല്ലെങ്കിൽ നമ്മൾ ബ്രേവിൽ ഏതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിവിടെ കണ്ടില്ല ഹെഡിൻ്റെ ഇത് ചിഹ്നം കാണാം, അതിലിങ്ങനെ ടച്ച് ചെയ്യുക. ഇവിടെ ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ അപ്രൂവ്ഡ്, ഇപ്പോൾ ഇത് അപ്രൂവ്ഡാണ്. അപ്പോൾ നിങ്ങളുടെ അപ്രൂവ്ഡ് ആയിരിക്കില്ല. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് തുറന്ന് വയ്ക്കുക. ഓക്കെ, നമ്മുടെ ഈ പേഴ്സണൽ വെരിഫിക്കേഷൻ്റെ പേജ് തുറന്ന് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 3 ഡോട്ട് കാണാം. അപ്പോൾ ചിലവരുടെ മുകളിലാണ് കാണാം, ഇതിൽ അടിയിലാണ്. അപ്പോൾ ഈ ഒരു 3 ഡോട്ടിൽ ടച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മളിവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ സൈറ്റ് സെറ്റിങ്സ് കാണാം, അതിൽ ടച്ച് ചെയ്യുക. അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്യാമറ ഓപ്ഷൻ കാണാം, കണ്ടില്ലേ? അപ്പോൾ അത് ഇങ്ങനെ ഇതിപ്പോൾ ഓണായിരുന്നു, ഞാനത് വീണ്ടും ഓഫ് ചെയ്ത് ഇപ്പോൾ നമ്മളത് തിരിച്ച് ഓണാക്കി, കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് ബാക്ക് വരാം. വീണ്ടും മൈക്രോഫോൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതും ഇങ്ങനെ ഓഫ് ആണെങ്കിൽ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഓണാക്കാം. ഇങ്ങനെ ഓണാക്കിയതിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പോൾ ക്യാമറയും അതുപോലെ തന്നെ മൈക്രോഫോണിൻ്റെ ഇതും ഓണാക്കി കൊടുക്കുക. ഓണാക്കിയതിന് ശേഷം നമ്മൾ വന്നിട്ട് ഇവിടെ KYC ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. KYC ചെയ്യാനുള്ള അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് KYC ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രോമിൽ ചെയ്യണവർ ക്രോമിൽ ചെയ്യുക, ബ്രേവിൽ ചെയ്യണവർ ബ്രേവിൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സൈറ്റ് ഓപ്പണാക്കി ഈ ഒരു സ്ഥലത്തേക്ക്, അതായത് KYC ചെയ്യണ ആ ഒരു ഇതിലേക്ക് വന്നതിന് ശേഷം മാത്രം, കണ്ടില്ല, ഐഡൻറ്റിഫിക്കേഷനിൽ പോവുക. അത് തുറന്ന് ഇവിടെ നമ്മുടെ KYC ചെയ്യണ പേജിൽ വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ 3 വരയിൽ ടച്ച് ചെയ്തിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ.